ചാർക്കോൾ പെൻസിൽസിന് പറ്റിയ ഷാർപ്നെസ്. മാർക്കറ്റിൽ പല പ്രൈസ് റേഞ്ചിൽ പല ബ്രാൻഡ് പല വെറൈറ്റീസ് ഇറക്കി വിടുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നോർമൽ ഷാർപ്നെസ് തന്നെ മതി. പക്ഷേ അതെങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും നിങ്ങളുടെ പെൻസിലിന്റെ ആയുസ്. ഇപ്പൊ ഞാനിവിടെ ഒരു ഷോർട്ട് ഷാർപ്നറും ലോങ് ഷാർപ്നറും എടുക്കുകയാണ്. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ രണ്ടിലും ഷാർപ്പ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഷോർട്ട് ഷാർപ്നെസ്സിൽ കുറച്ച് കുറവായിരിക്കുമെങ്കിൽ ലോങ് ഷാർപ്നെസ് കുറച്ച് കൂടുതൽ ടിപ്പ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും ഷാർപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ കുറഞ്ഞ ഷാർപ്നെസ് യൂസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പോലും ആഴ്ചയിലെങ്കിലും ആ ഷാർപ്നെസ് ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. ചില ആൾക്കാരൊക്കെ മാസങ്ങളോളം ഒരൊറ്റ ഷാർപ്നർ യൂസ് ചെയ്ത് ഷാർപ്പ് ചെയ്യുന്നവരുണ്ട്. ഞാനൊക്കെ ഇവിടെ 4-5 ദിവസം കൂടുമ്പോഴത്തേക്ക് ഓരോ ഷാർപ്നെസ് മാറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻസിൽസ് അധികം ബ്രേക്ക് ആവാതെ നല്ല നീറ്റായിട്ട് ഷാർപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഏത് ടൈപ്പ് പെൻസിൽസ് ആണെങ്കിലും ഇപ്പോൾ ചാർക്കോളും സോഫ്റ്റ് പേസ്റ്റലും കളർ പെൻസിലും വൈറ്റ് ചാർക്കോൾ പെൻസിൽസ് ഇതെല്ലാം നമ്മൾ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. 3 to 5 ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്ന ലോക്കൽ ഷാർപ്നെസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ പെൻസിൽസ് അധികം ബ്രേക്ക് ആവാത്തത്? കാരണം നമ്മൾ പുതിയ ഷാർപ്നെസ് മാറ്റി യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ബ്രാൻഡിലല്ല,